നമ്മള് ഇന്ന് ഓമിയുടെ ഫസ്റ്റ് ഹെയർ കട്ടാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഓമി ഇതുവരെ മുടി വെട്ടിയിട്ടില്ലേ ജനിച്ചിട്ട് ഇന്നേ വരെ? ഇല്ല, ഇതുവരെ ഓമി ജനിച്ചിട്ട് ഇന്നേ വരെ മുടി വെട്ടിയിട്ടില്ല. അവൻ്റെ ഇപ്പോഴും മുടിയുടെ ഉള്ള ടിപ്പറ്റം എൻ്റെ വയറിൽ കിടന്നപ്പോൾ ഉണ്ടായ മുടി തന്നെയാണ്. അവന് ഇടയിലൊരു ഫേസ് ഉണ്ടായിരുന്നു, വേറെ ലൈക്ക് മുടി താനേ ഷെഡ് ചെയ്ത് പോയി. ഐ തിങ്ക് ഒരു 3 months കഴിഞ്ഞപ്പോൾ അവർ തന്നെ താനേ മുടി ഷെഡ് ചെയ്ത് ബെഡിലൊക്കെ വീഴുമായിരുന്നു കേട്ടോ അവൻ്റെ മുടി. ഞാൻ എൻ്റെ മുടി എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു, പക്ഷെ ഇത് ഇവൻ്റെ ആയിരുന്നു. പിന്നെ ഞാൻ ഒന്നിട്ട് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഈ മുടി മുട്ടയടിച്ച് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇങ്ങനെ അത് വേണമെന്നുള്ളവർക്ക് ചെയ്യാം, പക്ഷെ അത് ചെയ്തു എന്ന് വെച്ച് ഒരിക്കലും ഒരു കൊച്ചിൻ്റെ മുടി ഗിടിലമായിട്ട് വരെയൊന്നുമില്ല. അതൊക്കെ ഹെറിഡിറ്ററിയാണ്. അച്ഛൻ്റെ മുടി, അമ്മയുടെ മുടി, അപ്പൂപ്പൻ്റെ മുടി, അമ്മൂമ്മയുടെ മുടി, ഇതൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ വരത്തുള്ളൂ. അല്ലാതെ ഒരു കുട്ടിക്ക് മുട്ടയടിച്ചു എന്ന് പറഞ്ഞ് സിൽക്കി സ്ട്രെയിറ്റ് ഹെയർ വരണം എന്നില്ല. അത് വേറൊരു വിശ്വാസമാണെന്നുള്ള ഞാൻ 2-3 ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ആചാരം അത് ഇതായിട്ട് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. എനിക്ക് ഓമി കാണാൻ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്ക് ആസ് എ മദർ ഐ എം ദ വൺ ഹു നോസ് ദ ബെസ്റ്റ്. അശ്വിനായാലും അങ്ങനെ മുടി വെട്ടണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അശ്വിൻ ഇവൻ എപ്പോഴും മുടിയുള്ള തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ അശ്വിനും പറഞ്ഞാൽ അങ്ങനെ എന്തിനും എപ്പോൾ വെട്ടണം, ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതിനാ, നമുക്ക് നമ്മുടെ കൊച്ച് നമ്മുടെ ഇഷ്ടം എന്നുള്ള പോലെ അശ്വിനും പറഞ്ഞു. ആ സംസാരിക്കാം, യാ ട്രൂ. അങ്ങനെ നമ്മൾ ഹോമിക്കുട്ടിനെ മുടി വെട്ടാതെ എങ്ങനെ ഇരുന്നു.